നിങ്ങളാണ് പ്രധാനം, നിങ്ങളല്ല. ഒരു മിനിറ്റ്, എൻ്റെ ചോദ്യം എന്താ അറിയോ? ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. എന്താ കാര്യം അറിയോ? വാരിയർ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പോയത് രാജൻ വാരിയറിനെ കുറിച്ച് ഓർത്തു പോയത്. കാരണം രണ്ട് സംഭവങ്ങളാണ്, ഒന്ന് മതേതരത്വവും ഒന്ന് ജനാധിപത്യവും. ഞാൻ എൻ്റെ ചോദ്യം കോൺഗ്രസിനോടാണ്. എന്താ ചോദ്യം പറഞ്ഞാൽ, 13 ജനാധിപത്യ സർക്കാരുകളിനെ പിരിച്ചുവിട്ടവരാണ് കോൺഗ്രസ് സർക്കാർ, 13 സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. രണ്ടാമത്തേത് അതും ജനാധിപത്യം, രണ്ടാമത്തെ മതേതരത്വം. വിമോചന സമരം നടന്നില്ലേ കേരളത്തിൽ? വർഗീയ കലാപമാണ്. നിങ്ങൾ അഴിച്ചുവിടുകയും വർഗീയ കലാപം നിങ്ങൾ തന്നെ അഴിച്ചുവിടുകയും നിങ്ങൾ തന്നെ സംസ്ഥാന സർക്കാർ പിരിച്ചുവിടുകയും ചെയ്തു. ഇത് രണ്ടും എല്ലാം നിങ്ങളാണ് ചെയ്തത് രാജ്യത്തിലുടനീളം. അപ്പോൾ ഈ രണ്ട് ചോദ്യം, ഇതാണ് സംഭവം. അപ്പോൾ ഇത് ഒരു മിനിറ്റ്, രാജൻ്റെ സംഭവം, രാജന് കൊണ്ടുപോയിട്ട് ശരീരം പോലും കിട്ടിയിട്ടില്ല. അതിന് മറുപടി തരണം. നമുക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. ഇന്നലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പുകഞ്ഞൊരു കൊള്ളിയെ പുറത്ത് ചാടിച്ച് ആ പുകഞ്ഞ കൊള്ളിയുമായിട്ട് പാലക്കാട് മുഴുവൻ നടന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാഥയിൽ നിങ്ങളൊരു ഉണ്ടയില്ല വെടിപൊട്ടിച്ചു. ആ വെടി എന്ന് പറഞ്ഞാൽ 28 കൗൺസിലർമാരുള്ള ഭാരതീയ ജനതാ പാർട്ടിയിലെ 16 ആളുകളെ കോൺഗ്രസ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഇന്ന് ഈ നേരം വരെയായിട്ട് ഞങ്ങളുടെ 28 കൗൺസിലർമാരിൽ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? അല്ല സന്ദീപ്, നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു, നിങ്ങളുടെ വക്താവായിരുന്നു. ആ പുകഞ്ഞ കൊള്ളി ആക്കിയാണോ നിങ്ങൾ? പുകഞ്ഞ കൊള്ളി പുറത്താണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത ആളുകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിന് ചേരില്ല. അല്ല ഭാര്യ പുറത്താക്കിയായിരുന്നോ? ഇല്ലല്ലോ. ഓക്കെ, ചോദ്യം. ഒന്ന്, വാര്യരെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം ആ ജീർണതയിൽ നിന്നും രക്ഷപ്പെട്ടതാണ്, ആ വർഗീയതയിൽ നിന്നും. പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അല്ലെങ്കിൽ പാലക്കാട് അസംബ്ലിയിൽ ഞാനൊക്കെ ഞങ്ങളിലേക്ക് വരുന്നു. പിക്ചർ അഭി ബാക്കി ഹെ ഭായി, കാത്തിരുന്ന് കേസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഒന്നാണ്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൗത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറാണ്. കെ സി വേണുഗോപാൽ കാര്യം പറയുന്നത്. കന്നഡ സംഘം ഒരുക്കിയ ചായ സൽക്കാരത്തെ തീരുമാനിച്ചു. എക്കാലത്തെ മുന്നണി നേതാവും 9 കൗൺസിലർമാരും ശബരിമല ഭരണമാറ്റം, പിന്നെ 10,000 വോട്ടുകൾ, 2.5 കോടി ആദ്യഘട്ടം, ശേഷം 23 കഴിഞ്ഞ്. കാശും പോയി മാനം പോയി എന്നാണ് പറയുന്നത്. കാശും പോയി മാനം പോയി എന്നാണ് കെ സുരേന്ദ്രൻ. കെ സി വേണുഗോപാലിനെ പറ്റി പറയുന്നത്. ഓപ്പറേഷൻ കൈപ്പത്തി പ്ലാൻ ചെയ്തു പാലക്കാട് പൊളിഞ്ഞു പോയി എന്നാണ് പറഞ്ഞത് കെ സുരേന്ദ്രൻ. ഉണ്ടോ? അത് കുഴപ്പമില്ല, അത് അദ്ദേഹം അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ ഹാഷ്മി. അത് ദിവസങ്ങൾ കാണാന്നേ. ചോദിച്ചത് വളരെ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ചാനൽ ചർച്ചകളിൽ ജ്യോതികുമാർ ചാമക്കാല മുഖത്ത് നോക്കി തെണ്ടും തെറിയും പറഞ്ഞ ആളാണ് ഈ സന്ദീപ് വാര്യർ. ഇപ്പൊ അവരുടെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഇദ്ദേഹം പറഞ്ഞു പാർട്ടിന്ന് പാർട്ടിന്റെ പുറത്താക്കലല്ലോ, പിന്നെ നിങ്ങൾ അവരെ കൊണ്ടു നടക്കേണ്ട കാര്യം എന്താ? ഇവിടെ മുഴുവൻ മുനിസിപ്പാലിറ്റിയിൽ അതിനർത്ഥം BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വ്യക്തമായിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി സരിം പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ MLA-യുടെ നേതാവ് സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടില്ലേ? അവർ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? പിന്നെ പറഞ്ഞതെന്താ? ഈ കേരളത്തിന്റെ സർക്കാർ മുദ്ര, ആ സർക്കാർ അത് മനസ്സിലായി അദ്ദേഹം തിരിച്ചു വന്നു. കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡോക്ടർ സരിന് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസരവാദ സമീപനം മനസ്സിലാക്കി തിരിച്ചു വരികയാണ് ഉണ്ടായത്. രാഷ്ട്രീയ ചിന്ത ബഹുമാനപ്പെട്ട MLA, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിലവാരം പുലർത്തണം. കേരളത്തിന്റെ സർക്കാർ മുദ്രയിലെ 2 ആനയെ അടിച്ചുകൊണ്ട് പോകാതെ നോക്കണമെന്ന് പറഞ്ഞവരാണ് സരിൻ. ഡോക്ടർ പി സരിൻ അന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്നത്തെ വിശ്വാസം പേർ നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ അന്നെല്ലാം തന്നെ വിഷ്വൽ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഞാൻ ചോദിക്കട്ടെ, മാപ്പ് പറയേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ സന്ദീപ് വാര്യരും അതുപോലെയാണ് കണക്കൂട്ടിയാൽ മതി. സന്ദീപ് വാര്യർ RSS വിട്ട് BJP വിട്ട് ആ സംസ്കാരം വിട്ട് കോൺഗ്രസിലേക്ക് വരുമ്പോൾ പക്ഷെ പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനായിരുന്നു. പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനാണ്, RSS വിരുദ്ധനാണ് അല്ലേ? പി സരിൻ എല്ലാ കാലവും BJP വിരുദ്ധനാണ്, RSS വിരുദ്ധനാണ്. സന്ദീപ് അങ്ങനെയായിരുന്നോ?
സന്ദീപ് ബിജെപിയിലേക്ക് പിന്നെ ബിജെപി വിരുദ്ധനാവാൻ പറ്റില്ലല്ലോ. അത് പറ്റില്ലല്ലോ. അല്ല, സരി- അത് വിട്ടാലല്ലേ ബിജെപി വിരുദ്ധനാവാൻ പറ്റത്തുള്ളൂ. അല്ല, സരിനെയും സന്ദീപിനെയും ഒരേ തുലാസിൽ തൂക്കിയാൽ അല്ല, സരീബിനെയും സന്ദീപിനെയും ഒരേ തുലാസിൽ തൂക്കിയാൽ പ്രശ്നമുണ്ട്. MLA പറഞ്ഞൊരു വാദമുണ്ട് ഇവിടെ. ആ, MLA പറഞ്ഞ വാദം ഇവിടെ ജ്യോതികുമാർ ചാമക്കാലയുമായി ചർച്ചയിൽ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു. ഉണ്ടായിട്ടുണ്ട്, ഞാനായിട്ടുണ്ടായിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടായിട്ടുണ്ടായിട്ടുണ്ടല്ലോ നിങ്ങളുടെ പരിപാടിയിൽ ഉൾപ്പെടെ. ഞാൻ പറഞ്ഞത് അപ്പോ ഇവിടെ പിണറായി വിജയനെ ഏത് ഞങ്ങൾ പറയാത്ത ബിജെപി പറയാത്ത അത്തരത്തിലാണ് സരീൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പറഞ്ഞത് ഇദ്ദേഹം ഇവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ തലവനാണെന്ന്. അതിന് മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ആർജവമില്ലാത്തത് കൊണ്ടല്ലേ അവരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. എനിക്ക് അത്ര പറയാനുള്ളൂ. പിന്നെ ഒറ്റ മിനിറ്റ് ഇവിടെ ഈ ഘട്ടത്തിൽ കാണിക്കുന്നത് ഒരൊറ്റ കാര്യം പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട MLA ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടമാണ്. കേരളത്തിൽ ഭരണമില്ലാത്തപ്പോ കേന്ദ്രത്തിൽ ഭരണമില്ലാത്തപ്പോ ഇനി ഒരു ഇലക്ഷൻ ഇല്ലാത്തപ്പോ അപ്പോഴാണ് സന്ദീപ് വാര്യർ ഞങ്ങളിലേക്ക് കടന്നു വന്നത്. ഇവിടെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞു, താങ്കളും പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ പോലും ആക്ഷേപിച്ചിട്ടുണ്ട് ഈ പറയുന്ന സന്ദീപ് വാര്യർ. രാഹുൽ ഗാന്ധിയെ, പ്രതിപക്ഷ നേതാവിനെ, നെഹ്റു കുടുംബത്തെ, കോൺഗ്രസിനെ ഒന്നാകെ എത്ര തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTT തീവ്രവാദികൾ രാഹുൽ ഗാന്ധിയുടെ പിതാവ് അന്നത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ മനുഷ്യബോവിനാൽ 1000 കഷ്ണങ്ങളായി കൊലപ്പെടുത്തിയപ്പോ ആ കൊലയാളികളായ ആ തീവ്രവാദികളോട് ക്ഷമിച്ച കുടുംബമാണ് ഗാന്ധി കുടുംബം. ക്ഷമിച്ച മാപ്പ് കൊടുക്കാൻ തയ്യാറായ ആ രാഹുൽ ഗാന്ധിക്ക് സന്ദീപിനോടൊന്നും ഒരു ഉണ്ടാവില്ല.